ആത്മീയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പ്രണാമങ്ങൾ. ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് ഭാരതീയ ആത്മജ്ഞാന പാരമ്പര്യത്തിലെ ഏറ്റവും ചെറുതും അതേസമയം ഏറ്റവും ആഴമേറിയതുമായ ഒരു ഉപനിഷത്തിനെ കുറിച്ചാണ്. മാണ്ഡൂക്യ ഉപനിഷത്ത്. ഈ ഉപനിഷത്തിൽ വെറും 12 മന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അദ്വൈത വേദാന്തത്തിൻ്റെ മഹാചാര്യനായ ആദിശങ്കരാചാര്യർ വളരെ ശക്തമായ ഒരു പ്രസ്താവന നടത്തുന്നു. മുക്തിയെ ആഗ്രഹിക്കുന്നവർക്ക് മാണ്ഡൂക്യ ഉപനിഷത്ത് മാത്രം മതി. എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം? കാരണം ഈ ഉപനിഷത്ത് കർമ്മങ്ങൾ പറയുന്നില്ല, ദേവതകളെ വിശദീകരിക്കുന്നില്ല, സ്വർഗനരക കഥകളിലേക്കും പോകുന്നില്ല. നേരിട്ട് സംസാരിക്കുന്നത് ബോധത്തെക്കുറിച്ചാണ്. നാം എല്ലാം അനുഭവിക്കുന്ന ആ ബോധം തന്നെയാണ് ഈ ഉപനിഷത്തിൻ്റെ വിഷയം. ഈ ഉപനിഷത്ത് നമ്മോട് ചോദിക്കുന്നു, ശരീരത്തിനും മനസ്സിനും അനുഭവങ്ങൾക്കും അപ്പുറത്ത് ഞാൻ ആരാണ്? ഇതൊരു തത്വചിന്തയല്ല, ഇതൊരു നേരിട്ടുള്ള തിരിച്ചറിവാണ്. ഈ ഉപനിഷത്തിൻ്റെ മുഴുവൻ ദർശനവും ഒരു ലളിതമായ സത്യത്തിൽ നിലകൊള്ളുന്നു. അത് പറയുന്നു, നമ്മുടെ എല്ലാ അനുഭവങ്ങളും 3 അവസ്ഥകളിലൂടെയാണ്. അതെ, 3 അവസ്ഥകളിലൂടെയാണ് നടക്കുന്നത്. അതിനപ്പുറം ഒരു 4ാമത്തെ സത്യമുണ്ട്. ആ 4ാമത്തേത് ഒരു അനുഭവാവസ്ഥയല്ല, അത് എല്ലാ അനുഭവങ്ങൾക്കും പാശ്ചാത്തലമായ ബോധമാണ്. ഈ സത്യം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രതീകമാണ് ഓം. എന്നാൽ ഒരു കാര്യവും ഓർക്കണം, ഓം ആരാധിക്കാനുള്ള ശബ്ദമല്ല, തിരിച്ചറിയാനുള്ള മാർഗമാണ്. മനുഷ്യാനുഭവത്തിൻ്റെ 3 അവസ്ഥകൾ, മനുഷ്യൻ്റെ അനുഭവത്തിൻ്റെ 3 അവസ്ഥകൾ. ആദ്യത്തേത് ജാഗ്രത അവസ്ഥ അല്ലെങ്കിൽ ഉണർവവസ്ഥ. ഇപ്പോൾ നാം എല്ലാം ജാഗ്രത അല്ലെങ്കിൽ ജാഗ്രത് അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ നാം പുറം ലോകം അനുഭവിക്കുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ, ശരീരത്തിലൂടെ എല്ലാം നാം പുറം ലോകം അനുഭവിക്കുന്നു. ഇവിടെ നമ്മുടെ തിരിച്ചറിവ് വളരെ ശക്തമാണ്. നാം പറയുന്നു, ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാനൊരു പ്രൊഫഷണലാണ്, ഞാൻ വിജയിയാണ്, ഞാൻ പരാജിതനാണ്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ ദുഃഖിതനാണ്. എല്ലാം സത്യമായി തോന്നുന്നു. പക്ഷേ ഉപനിഷത്ത് മൃദുവായി ഒരു ചോദ്യം ചോദിക്കുന്നു, നിനക്ക് ശരീരം കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നീ തന്നെയാകുമോ? നിനക്ക് ചിന്തകൾ അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അവ നീ തന്നെയാകുമോ? ഒരു മനുഷ്യൻ വെള്ളത്തിൽ തൻ്റെ പ്രതിബിംബം നോക്കി നിന്നു. വെള്ളം അലിഞ്ഞപ്പോൾ പ്രതിബിംബം വളഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഒരു സന്യാസി പറഞ്ഞു, വെള്ളം കുലുങ്ങുന്നു, നീ കുലുങ്ങുന്നില്ല. അതുപോലെ ശരീരം മാറുന്നു, മനസ്സ് മാറുന്നു, വികാരങ്ങൾ മാറുന്നു, പക്ഷേ കാണുന്ന ബോധം മാറുന്നില്ല. 2ാമത്തെ അവസ്ഥയാണ് സ്വപ്നാവസ്ഥ. സ്വപ്നത്തിൽ ശരീരം കിടക്കയിലാണ്, പുറം ലോകം അറിയുന്നില്ല അല്ലെങ്കിൽ പുറം ലോകമില്ല, പക്ഷേ ഒരു മുഴുവൻ ലോകം മനസ്സിൽ കാണുന്നു. സ്വപ്നത്തിൽ നടക്കുന്നു, സംസാരിക്കുന്നു, ഭയപ്പെടുന്നു, സന്തോഷിക്കുന്നു. ശരീരം ഇല്ലാതെയും അനുഭവം പൂർണ്ണമാണ്. ഉണർന്ന ശേഷം മാത്രമാണ് നാം പറയുന്നത്, അതെല്ലാം സ്വപ്നമായിരുന്നു. ഒരു മനുഷ്യൻ കടുവ പിന്തുടരുന്ന ഒരു സ്വപ്നം കണ്ടു. ഭയം സത്യമായിരുന്നു, ഹൃദയമിടിപ്പ് യഥാർത്ഥമായിരുന്നു. ഉണർന്നപ്പോൾ കടുവയില്ല. ചോദ്യം, കടുവ എവിടെ പോയി? ഭയം എവിടെ പോയി? ഉത്തരം, ബോധത്തിലേക്ക് ലയിച്ചു. ഉപനിഷത്ത് പറയുന്നു, ഉണരലാണ് സ്വപ്നത്തെ ഇല്ലാതാക്കുന്നത്. 3ാമത്തെ അവസ്ഥയാണ് സുഷുപ്തി, ഗാഢനിദ്ര. ഇംഗ്ലീഷിൽ സൗണ്ട് സ്ലീപ്പ് എന്ന് പറയും. അത് കൂർക്കം വലിച്ച് ഉറങ്ങുന്നതിന് തമാശയ്ക്ക് പറയും സൗണ്ട് സ്ലീപ്പ് എന്ന്. സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ കൂർക്കം വലിക്കുമ്പോൾ, സ്നോറിംഗ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ.
അതല്ല ഉദ്ദേശിക്കുന്നത്. സുഷുപ്തി, ഗാഠനിദ്ര. ഗാഠനിദ്രയിൽ ലോകമില്ല, ശരീരബോധമില്ല, ചിന്തകളില്ല, അഹങ്കാരമില്ല. എങ്കിലും ഉണർന്നാൽ എല്ലാവരും പറയുന്നു, ഞാൻ നന്നായി ഉറങ്ങി. അറിയാതിരുന്നുവെന്ന് ആരറിയുന്നു? ഉപനിഷത്ത് പറയുന്നു, സുഷുപ്തസ്ഥാനം ഏകീഭൂതഃ, സുഷുപ്തസ്ഥാനം ഏകീഭൂതഃ. ഗാഠനിദ്രയിൽ ബോധം വസ്തുവില്ലാതെ നിലകൊള്ളുന്നു. അവിടെ ദുഃഖമില്ല, ആഗ്രഹമില്ല, സംഘർഷമില്ല. കാരണം അഹങ്കാരമില്ല. ഇവിടെ അഹങ്കാരം എന്ന് കുറിക്കുന്നത് ഐഡന്റിറ്റി. താൻ എന്താണ്, താനൊരു മനുഷ്യ ശരീരമാണെന്നോ, താനൊരു മനസ്സാണെന്നോ, താൻ തൻ്റെ ചിന്തയാണെന്നോ എന്നുള്ള ഒരു ബോധവും ഇല്ല. അടുത്തത് വളരെ മുഖ്യമായ ഒന്ന്, തുരീയം, നാലാമത്തെ അവസ്ഥ. ഇപ്പോൾ ഉപനിഷത്തിൻ്റെ ഹൃദയത്തിലേക്ക് വരാം. ഉപനിഷത്ത് പറയുന്നു, നീ ഉണരുന്നവനല്ല, നീ സ്വപ്നം കാണുന്നവനല്ല, നീ ഗാഠമായി ഉറങ്ങുന്നവനുമല്ല. നീ 3 അവസ്ഥകളുടെയും സാക്ഷിയാണ്. ഈ സാക്ഷി ബോധത്തെ തുരീയം എന്ന് വിളിക്കുന്നു. തുരീയം ഒരു അനുഭവമല്ല, അത് എല്ലാ അനുഭവങ്ങൾക്കും പാശ്ചാത്തലമാണ്. ഉദാഹരണം, സിനിമ മാറുന്നു, തിരശീല മാറുന്നില്ല. നീ ദൃശ്യങ്ങളല്ല, നീ തിരശീലയാണ്. ഓം, ബോധത്തിൻ്റെ സ്ട്രക്ചർ 3 വാക്കുകൾ ചേർന്നതാണ് ഓം. ആ, ഉ, മാ. ആ എന്നത് ആദ്യത്തെ അവസ്ഥ, അതായത് ജാഗ്രത അവസ്ഥ. ഉ എന്നത് സ്വപ്നാവസ്ഥ. മാ, ഗാഠനിദ്ര. ആ, ഉ, മാ എന്ന് പറയുമ്പോൾ ഓമിൻ്റെ ഒരു ശബ്ദം വരും. അതാണ് ഓം എന്നുള്ളത് വെറും ഓ അല്ല, ആ, ഉ, മാ, അല്ലെങ്കിൽ ആ, ഉ, എം. അങ്ങനെ 3 ചേർന്നതാണ് ഓം എന്ന് വരുന്നത്. അത് വാസ്തവത്തിൽ പ്രൊണൗൺസിയേഷൻ ഓം എന്നാണ് പറയുക. ഓം, ആ, ഉ, മം. അങ്ങനെ ഓം എന്ന് പറയുമ്പോൾ അതിൽ അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഓം എന്ന് പറഞ്ഞതിന് ശേഷം വരുന്ന നിശബ്ദത, അതാണ് തുരീയം. ആ നിശബ്ദത ശൂന്യതയല്ല, അത് രൂപമില്ലാത്ത സാന്നിധ്യമാണ്. ഓം ജപിക്കുക, ശബ്ദം ശ്രദ്ധിക്കുക, ശബ്ദം ലയിക്കുന്നത് ശ്രദ്ധിക്കുക, ശേഷിക്കുന്ന നിശബ്ദതയിൽ വിശ്രമിക്കുക. ഓം. ഒരു സൈലൻസ് ഉണ്ടല്ലോ, ആ സൈലൻസ് ആണ് തുരീയം, സാക്ഷ്യബോധം. എന്താണ് വാസ്തവത്തിൽ ബന്ധനവും മോക്ഷവും? ബന്ധനം ഒരവസ്ഥയോട് ഐക്യം കാണുക, സാക്ഷിയെ മറക്കുക. ഇതാണ് ബന്ധനം. ഈ 3 അവസ്ഥയിൽ ഏതെങ്കിലും ഒരു അവസ്ഥയോട് നമ്മൾ ഐക്യം പ്രാപിക്കുകയാണ്. ജാഗ്രത അവസ്ഥയിലോ, സ്വപ്നാവസ്ഥയിലോ, അല്ലെങ്കിൽ ഗാഠനിദ്രയുടെ ആ അവസ്ഥയിലോ നമ്മൾ ഐക്യം കാണുന്നു. അടുത്ത സ്റ്റേജ് നമ്മൾ സാക്ഷിബോധം നമ്മൾ മറക്കുന്നു, ആ സാക്ഷിയെ മറക്കുന്നു. പക്ഷെ മോക്ഷം എന്താണ്? സാക്ഷിയാണെന്ന് അറിയുക, എല്ലാ അവസ്ഥകളിലും ബോധമായി നിലകൊള്ളുക. എന്താണ് എല്ലാ അവസ്ഥകൾ? ആ 3 അവസ്ഥകൾ. ആ 3 അവസ്ഥകളിലും നമ്മൾ എല്ലാത്തിനും ബോധമായിട്ട്, നമ്മുടെ ബോധം എന്താണ്? ആ ബോധം എന്താണ്? നമ്മൾ സാക്ഷിയാണെന്നുള്ള അറിവാണ് ബോധം. സോ സാക്ഷിയാണെന്ന് അറിയുക, എല്ലാ അവസ്ഥകളിലും ബോധമായി നിലകൊള്ളുക. ലോകം മാറ്റേണ്ട, ശരീരം മാറ്റേണ്ട, ചിന്തകൾ നശിപ്പിക്കേണ്ട, തിരിച്ചറിവ് മാത്രം മാറ്റിയാൽ മതി. പത്രിജി എപ്പോഴും പറയാറുള്ള ഒന്ന് സാക്ഷിബോധം, 2ാമത് ഉള്ളിലെ നിശബ്ദത, 3ാമത് ചിന്തകളിൽ നിന്ന് അകലം. ധ്യാനം ചിന്തകളെ നിയന്ത്രിക്കുന്നതല്ല, ചിന്തകൾ നീയല്ലെന്ന് അറിയുന്നതാണ്. ഇത് വളരെ പ്രസക്തമായ ഒരൊറ്റ സെന്റൻസ് ആണ്. ചിന്തകൾ നീയല്ലെന്ന് അറിയുന്നതാണ്. അപ്പം നിങ്ങളുടെ ആർക്കെങ്കിലും ദേഷ്യം വരുന്ന ഒരാളാണ്, ചിന്ത വരുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ വിചാരിക്കുകയാണ് നിങ്ങൾ ദേഷ്യക്കാരിയാണ് അല്ലെങ്കിൽ ദേഷ്യക്കാരനാണെന്ന്. അല്ല, ആ ചിന്തകളല്ല നിങ്ങളെല്ലാം സാക്ഷിബോധമാണ്.
പരമാത്മാവിൽ വന്ന ജീവാത്മാവാണ്, ആത്മാവാണ്, ദിവ്യാത്മാവാണ്. നമുക്കറിയുന്നില്ല. നമ്മളെപ്പറ്റി നമ്മൾ തെറ്റായിട്ട് വിചാരിച്ചതും നമ്മളെപ്പറ്റി മറ്റുള്ളവർ തെറ്റായിട്ട് പറഞ്ഞതും എല്ലാം കേട്ട് കേട്ട് ഇതൊക്കെയാണ് ഞാനെന്ന് നമ്മൾ നമ്മൾ തെറ്റായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ അതിൽ നിന്ന് ഒരു വ്യതിചലനം കിട്ടിയിട്ട് നമ്മൾ ആരാണെന്നുള്ള അറിവ് നമുക്ക് തിരിച്ചും കിട്ടണം. നമ്മുടെ ഈ ഉപനിഷത്ത് പറയുന്നത് നമ്മൾ സാക്ഷ്യബോധമാണ്. നമ്മളൊരു സാക്ഷിയാണ്. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ കർമ്മങ്ങൾക്കും നമ്മുടെ ക്രിയകൾക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സാക്ഷി അനുഭവമാണ്. അതാണ് നമ്മൾ. ബാക്കിയൊക്കെ നമ്മളല്ല. ഈ ബോധം നമ്മിൽ നിറയുമ്പോൾ ഭയം അലിയുന്നു, മരണത്തിൻ്റെ ശക്തി നഷ്ടപ്പെടുന്നു, സമാധാനം വളരെ സ്വാഭാവികമായി നമ്മിൽ പ്രസരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, മാണ്ഡൂക്യ ഉപനിഷത്ത് ഒരു ഗ്രന്ഥമല്ല, ഒരു കണ്ണാടിയാണ്. ഈ ഉപനിഷത്ത് പറയുന്നു, നീ ഉണർന്നപ്പോഴും ബോധമായിരുന്നു, നീ സ്വപ്നം കണ്ടപ്പോഴും ബോധമായിരുന്നു, നീ ഉറങ്ങിയപ്പോഴും ബോധമായിരുന്നു. ആ ബോധം ഒരിക്കലും മാറിയിട്ടില്ല. നീ അതുതന്നെയാണ്. ആകേണ്ടതല്ല, എത്തേണ്ടതല്ല, വീണ്ടെടുക്കേണ്ടതല്ല, തിരിച്ചറിയുക മാത്രം. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു എന്താണ് തിരിച്ചറിയുക എന്നുള്ളത്. നമ്മുടെ ബോധത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നാം ഇതൊന്നുമല്ല. ഉണർന്ന അവസ്ഥയോ ഉറക്കാവസ്ഥയോ ഗാഠനിദ്രയുടെ അവസ്ഥയോ അല്ല. എല്ലാം നടക്കുന്ന സമയത്ത് ഒരു സാക്ഷ്യമായിരിക്കുന്ന നമ്മുടെ ആത്മാവാണെന്നുള്ള തിരിച്ചറിവിൻ്റെ ആ ഒരു അറിവ്, ആ തിരിച്ചറിയുക മാത്രമാണ് നാം. അതുകൊണ്ട് സാക്ഷിയായി നിലകൊള്ളുക, ബോധമായി ജീവിക്കുക. ജീവിതം സന്തോഷത്തോടും സമാധാനത്തോടും തുടരട്ടെ. ഏറെ സ്നേഹത്തോടെ, നന്ദിയോടെ എല്ലാവർക്കും പ്രണാമങ്ങൾ. താങ്ക് യു.